ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് തന്നെ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ഇതിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ ടൈം ആയോ, പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കുന്നത് കൊണ്ട് നോട്ടിഫിക്കേഷൻ വരാൻ വൈകുമോ എന്നുള്ളൊരു തരത്തിൽ ഒരുപാട് ഡൗട്ട്സ് നമ്മളോട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 553/2021 ആണ്. അതായത് 2021 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങൾക്കറിയാം, സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 41,600 തൊട്ട് 82,400 രൂപ വരെ ആയിരുന്നു. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ജനറൽ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ 10th ഓർ ഇക്വലന്റ്, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് എ പാസ് ഇൻ 3 year റെഗുലർ ഓർ പാർട്ട് ടൈം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് റെക്കഗ്നൈസ്ഡ് ബൈ AICT or engineering postgraduate degree in electrical or electrical and electronics engineering also eligible to apply for the post എന്നാണ് ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾ മെയിനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ എക്സാം ഡീറ്റെയിൽസിലേക്ക് നോക്കുവാണെങ്കിൽ 2023 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അപ്പം കട്ട് ഓഫ് മാർക്ക് വരുവാണെങ്കിൽ 56.67 ആയിരുന്നു ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നത്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 81.33 ആണ് മെയിൻ ലിസ്റ്റിൽ വന്ന മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. അപ്പം മെയിൻ ലിസ്റ്റ് ടോട്ടൽ 941 പേര് ഉണ്ടായിരുന്നു. ടോട്ടൽ അഡ്വൈസ് 681 ആണ് പോയിരിക്കുന്നത്. അപ്പോൾ 2023 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇപ്പോൾ ഈ നവംബർ ആകുമ്പോൾ 2025 നവംബർ ആകുമ്പോൾ 2 വർഷം ആവാൻ പോവുകയാണ്. നമുക്ക് അറിയാം, PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് ഒരു 1.5-2 വർഷം ആകുമ്പോഴേക്കും പുതിയ നോട്ടിഫിക്കേഷൻസ് വരികയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുമ്പോഴത്തേക്കിന് നെക്സ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന രീതിയിലാണ് PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, എക്സാം ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ കേസ് തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പം നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഇനിയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരുപാടുണ്ട്, നോട്ടിഫിക്കേഷൻ വരത്തില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ടൈമിൽ പോലും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ നമ്മൾ PSCയുടെ ഇപ്പോഴത്തെ ഒരു രീതി നോക്കുവാണെങ്കിൽ നമുക്ക് സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ടൈം ആകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ ഇന്നത്തെ കേസിൽ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്തായാലും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ അതിനായിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ കേസ് പറയുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷെ നോട്ടിഫിക്കേഷൻ വന്ന് പെട്ടെന്ന് തന്നെ അതിന് എക്സാം വരികയുണ്ടായി. അപ്പം നവംബറിലാണ് അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നൊക്കെ ഇരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഷോർട്ട് പീരീഡ് ആണ് അവർക്ക് തയ്യാറെടുക്കാനായിട്ട്, ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കാൻ അവർക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ ഒരു കേസ് ഇവിടെ ഉണ്ടാവാതിരിക്കാൻ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പം നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും നല്ലൊരു ആയിരിക്കും, നല്ല നമ്പർ ഓഫ് വേക്കൻസീസും കാണും. അപ്പം ആരും ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിനൊക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് കാണും. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ ഒരു എക്സാമോട് കൂടി നിർത്താതെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ മുന്നിൽ വീണ്ടും വീണ്ടും അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാം നടക്കാൻ പോകുന്നത് 14/11/2025 അപ്പം ഈ ഒരു ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്ക് ആ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 80 days സ്റ്റഡി പ്ലാൻ ബാച്ചാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായി ആ സിലബസ് കവർ ചെയ്യുകയും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് വരും ദിവസങ്ങളിൽ വീഡിയോസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.